ഭദ്ര കാഷ്വാലിറ്റിക്ക് മുമ്പിൽ മണിക്കൂറോളം ആയിരിപ്പിരുന്നു. മഴയിൽ നനഞ്ഞ സാരി പകുതിയും ഉണങ്ങി. ഇട്ടിരിക്കുന്ന ഫാനിന്റെയും പുറത്തെ ചാറ്റൽ മഴയുടെയും തണുപ്പ് അവൾ അറിയുന്നുണ്ടെങ്കിലും മനസ്സ് മരവിച്ച അവസ്ഥയിലായിരുന്നു. കാഷ്വാലിറ്റിയിൽ കയറ്റുന്നതിന് മുമ്പ് അനന്തൻ പാതി മയക്കും പോലെ കണ്ണുകൾ ചെറുതായി തുറന്നു. കണ്ണീർ ഒഴുകുന്ന ഭദ്രയുടെ കവിളിൽ രക്തം പുരണ്ട കൈയോടെ അവനൊന്ന് തലോടി. ഭദ്ര കൈകളിൽ ഇറുകെ പിടിച്ചു. ആ വിരൽപ്പാടുകൾ രക്തക്കറയോടെ അവളുടെ കവിളിൽ പറ്റിപ്പിടിച്ചു. കരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണീർ പറ്റിയിരുന്നു. ഇതിനു മാത്രം അനന്തൻ തന്റെ ആരാണെന്ന് അവൾ സ്വയം ചോദിച്ചു. ഒരേ ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭദ്രയെ കണ്ടപ്പോൾ ശങ്കരൻ ചെറുതായി ഭയം തോന്നി. സമയം പുലർച്ചയോട് അടുത്തിരുന്നു. അപ്പോഴേക്കും വിവരം കാട്ടുതീ പോലെ പടർന്നു. ശങ്കരൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഭദ്രയ്ക്ക് അടുത്തു വന്നു. മോളെ. അയാൾ അവളുടെ ചുമലിൽ കൈവച്ചു. ഭദ്ര അയാളെ ഒന്ന് നോക്കി. നിർവികാരമായ നോട്ടത്തിൽ ശങ്കരൻ ഒന്നും പറയാതെ ചായ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. ഭദ്ര വേണ്ടെന്ന് തലയാട്ടി. അപ്പോഴേക്കും അലമുറയിട്ടുകൊണ്ട് ജാനുവും പാറും എത്തിയിരുന്നു. അവർ ഓടി ശങ്കരന്റെ അടുത്തെത്തി. എന്തു പറ്റി ശങ്കര എൻ്റെ കുഞ്ഞിന്? ജാനു കരച്ചിലോടെ തിരക്കി. ഒന്നുമില്ല, ആള് മാറിയതാ. തലയിൽ ഒരു മുറിവുണ്ട്, വേറെ കുഴപ്പം ഒന്നുമില്ല. എല്ലാം ഇവള് കാരണമാ. ഇവളുടെ വീട്ടുകാർ ചെയ്തതാ. നാട്ടിലൊക്കെ പാട്ടല്ലേ. പാറുവിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണീർ പറ്റിയ മുഖമായി ഭദ്ര അവിടെ തന്നെ ഇരുന്നു. അവളെ കണ്ട് ജാനുവിന്റെ മുഖം മാറുന്നതും ശങ്കരൻ ശ്രദ്ധിച്ചു. പാറു ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈമുട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിനക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങിപ്പോടി. കൊല്ലാതെ വിട്ടത് എന്തിനാ? പോയി കൊല്ലടി. അതിനല്ലേ നീ കാത്തു നിൽക്കുന്നേ? കരച്ചിലോടെയും പാതി ദേഷ്യത്തോടെയും പാറു അലറി. ഭദ്ര കൈപിടിച്ച് അവളെ തന്നെ അർത്ഥമില്ലാതെ നോക്കി. ഇതൊക്കെ പറയാൻ നീയാരാ? ഒറ്റപ്പുരികമുയർത്തി ഗൗരവത്തോടെയുള്ള അവളുടെ ചോദ്യത്തിന് മുൻപിൽ പാറു ദേഷ്യത്തോടെ നിന്നു. ഞാൻ ആരാണെന്ന് നിന്നെ തെളിയിക്കേണ്ട കാര്യമില്ല. നിന്റെ അച്ഛനും ആങ്ങളെയും കൂടെ അനന്തേട്ടൻ ഇങ്ങനെ ആക്കിയപ്പോൾ സമാധാനമായില്ലേ? പാറു ഒച്ചയെടുത്തപ്പോൾ മിതി ഇറങ്ങി വന്നിരുന്നു. അതെ, ഇവിടെ കിടന്ന് ആരും ബഹളം വെക്കണ്ട. ഇവിടെ അച്ഛൻ മാത്രം നിന്നാൽ മതി, ബാക്കി ആരും വേണ്ട. മിതി അത്രയും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഭദ്ര ഒന്നും മിണ്ടാതെ വീണ്ടും പഴയ സ്ഥലത്ത് പോയിരുന്നു. അപ്പോഴും പാറു പറഞ്ഞത് തന്നെ അവളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഭദ്ര വേഗം എഴുന്നേറ്റു. ശങ്കരൻ അവളെ സംശയത്തോടെ നോക്കി. ഉള്ളിന് ശത്രുക്കളുണ്ടോ എന്ന് അറിയില്ല. നല്ല ശ്രദ്ധ വേണം. പാതി ജീവനായാലും എനിക്ക് വേണം. ഭദ്ര കൽപ്പന പോലെ ശങ്കരനോട് പറഞ്ഞപ്പോൾ പാറു പകച്ചുപോയിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ഭദ്രയെ ബാധിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഭദ്ര നേരെ പോയത് മംഗലത്തേക്കായിരുന്നു. പ്രാതലിന്റെ സമയത്തായിരുന്നു അവൾ അവിടെ കയറി ചെന്നത്. അഴിച്ചിട്ട മുടിയും അലസമായ സാരിയും ഭദ്രയെ എല്ലാവരും സംശയത്തോടെ നോക്കി. മോളെ. രാഗിണി ഓടിവന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തിരുന്നു. മോളെ ഇനി ആരും വഴക്ക് പറയില്ല. ഇഷ്ടമില്ലാത്ത കല്യാണത്തിനും നിർബന്ധിക്കില്ല. ആരും പറഞ്ഞു വിടില്ല, അല്ലേ വേണുവേട്ടാ? രാഗിണി വേണുവിനെ നോക്കിയപ്പോൾ അയാൾ രണ്ടു കണ്ണും ചിമ്മിക്കാണിച്ചു ചിരിച്ചു. വാ മോളെ, വന്ന് കഴിക്കി. വേണു സ്നേഹത്തോടെ ഭദ്രയുടെ തോളിൽ കൈവച്ച് ഡൈനിങ് ടേബിളിനടുത്തേക്ക് കൊണ്ടിരുത്തി. രാഗിണി അവൾക്ക് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായിരുന്നു. അവൻ ചത്തില്ലല്ലേ? വേണു അവളുടെ തോളിൽ തഴുവിക്കൊണ്ട് ആരും കേൾക്കാതെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ഭദ്ര ഒന്നും മിണ്ടാതെ രാഗിണി വിളമ്പിയ 2 ദോശയും കഴിച്ചു. ഈ ഒരു അവസ്ഥയിലും ഒരു കൂസലുമില്ലാതെ ആഹാരം കഴിക്കുന്നവളെ കണ്ട് ശാകേശന് ചെറിയൊരു സംശയം തോന്നാതിരുന്നില്ല. നീ മോൾക്ക് 2 ദോശ കൂടി ചുട്ടുകൊണ്ടുവരാകി. വേണു സ്നേഹത്തോടെ അവൾക്ക് വിളമ്പിക്കൊടുത്ത് അടുത്തിരുന്നു. അമ്മാവനും ഭവ്യയും ശരണ്യയും നളിനിയും ഇതൊക്കെ സംശയത്തോടെയാണ് നോക്കിയത്. ശാകേശിന്റെ മുഖവും തെളിഞ്ഞു. പാതി നനഞ്ഞ മേനിയും കരിപടർന്ന കണ്ണുകളും വല്ലാത്തൊരു ആകർഷണം തോന്നിക്കുന്നു. അപ്പ അവന് നൊന്താൽ മോളിങ് പോന്നോളുമല്ലേ? വേണുമല്ലേ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾക്ക് ഓരോന്നും വിളമ്പി. ഞാൻ പേടിച്ചിട്ട് വന്നതാണെന്നാണോ താൻ കരുതിയേ? ഭദ്ര കഴിച്ചു കഴിഞ്ഞ് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് പ്ലേറ്റിൽ തന്നെ കൈ കഴുകി. എന്താടി നീ പറഞ്ഞത്? ശാകേഷ് അവളുടെ അടുത്തേക്ക് വന്നതും ഭദ്രയും കുറച്ച് ഒച്ചയുയർത്തി പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് വന്നതാണെന്നാണോ താനൊക്കെ കരുതിയത്? വേണു അവളെ സംശയത്തോടെ നോക്കി. ഡീ. ശാകേഷ് അടിക്കാൻ വന്നതും വേണു അവനെ തടഞ്ഞു. ശാകേഷിന്റെ സൂക്കേട് എൻ്റെ അടുത്ത് വേണ്ട, തൻ്റെയും. വേണു ഉമിനീരിറക്കി. ശാകേഷ് ഞെട്ടി. അനന്തനെ വെട്ടിയത് കൊണ്ടാണ് ഞാൻ തിരികെ വന്നെന്ന് നിങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അനന്തേട്ടന് എന്തു പറ്റി? ശരണ്യ സാഹചര്യം നോക്കാതെ ചോദിച്ചു. നിന്റെ ആങ്ങളയോട് ചോദിക്ക് വെട്ടാൻ എത്ര കൂലി കൊടുത്തെന്ന്. അതേടി, ഞങ്ങൾ തന്നെയാ കൊല്ലാൻ പറഞ്ഞ്. അതിന് നിനക്കെന്താ ഛേദം? ശാകേഷിന് ക്ഷമ കെട്ടു. ഭദ്ര അതിന് പുച്ഛിച്ചു ചിരിച്ചു. ബാക്കി എല്ലാവരും ഞെട്ടിയിരുന്നു. ഇത് ഭദ്ര ക്ഷമിക്കുക. പക്ഷേ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നീ എന്ത് ചെയ്യുമടി? ശാകേഷ് അവളുടെ തൊട്ടുമുമ്പിൽ വന്നു നിന്നു. നിനക്കെന്താ ആവശ്യമെന്ന് ഞാൻ പറയും. ഈ കുടുംബം ഓർത്ത് മൂടിവെച്ച ചില രഹസ്യങ്ങൾ ഞാൻ തന്നെ എല്ലാവരെയും അറിയിക്കും. തെളിവടക്കം എന്താ കാണുന്നോ? അത് കഴിഞ്ഞാൽ നിനക്ക് ഈ വീട്ടിൽ എന്തായിരിക്കും സ്ഥാനമെന്നോ നീ ഈ വീട്ടിൽ ഉണ്ടാവുമെന്നോ പറയാൻ പറ്റില്ല. എന്താ തനിക്ക് കാണണോ? വേണുവും ശാകേഷും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി.
ഭദ്ര അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തെത്തിയതും അവളൊന്ന് നിന്നു. തിരിഞ്ഞു നോക്കി. എല്ലാവരും അവളെ നോക്കി ഉമ്മറത്തെത്തിയിരുന്നു. എൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലാക്കിയെന്ന് തോന്നിയെങ്കിൽ അത് വെറുതെയാ. ഈ മംഗലത്ത് മനയും മംഗലത്തെ സകല സ്വത്തുവകകളും ഇന്നും ഭദ്രയുടെ പേരിൽ തന്നെയാ. നിങ്ങളൊരു കള്ളം പറയുമ്പോഴേക്കും അത് വിശ്വസിച്ച് ഒപ്പിടാൻ മാത്രം വണ്ടിയല്ല ഞാൻ. വക്കീലിനോട് എൻ്റെ ഒപ്പ് ഒന്നുകൂടെ പരിശോധിക്കാൻ പറ. ഭദ്ര പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞ് നിർത്തിയതും എല്ലാവരും ഞെട്ടലോടെ നിന്നു. വേണുവിൻ്റെയും ശാകേഷിൻ്റെയും മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. ഭദ്ര പുറത്തേക്കിറങ്ങി. അനന്തൻ തിരിച്ചു വരുമെന്ന് അവളുടെ മനസ്സ് ഉറപ്പ് പറയുന്നുണ്ടായിരുന്നു. തളരാൻ പാടില്ല. തിരിച്ചു വരുന്ന അനന്തന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണം. അതുതന്നെയാകും അനന്തേട്ടൻ ആഗ്രഹിക്കുന്നത്. ഭദ്ര വീട്ടിലെത്തിയതും സത്യയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം കുളിക്കാൻ കയറി. ഷവറിന് താഴെ നിൽക്കുമ്പോഴും ഇന്നലെ തന്നോട് കളി പറഞ്ഞ അനന്തൻ്റെ മുഖമായിരുന്നു മനസ്സിൽ. വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അനന്തനെ കാണണമെന്ന് മനസ്സ് പറയുന്നു. ഭദ്ര വേഗം ഇറങ്ങി സാരി മാറി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവളെ കണ്ടതും ശങ്കരൻ ഓടി വന്നിരുന്നു. മോളെ, അവന് ബോധം വന്നു. ഞാൻ കയറി കണ്ടു. നിന്നെ ആദ്യം അന്വേഷിച്ചേ. ശങ്കരൻ തോളിൽ കിടന്ന് മുണ്ടുകൊണ്ട് കണ്ണുകൾ തുടച്ചു. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ മുഖം തെളിഞ്ഞു. എനിക്കൊന്ന് കാണണം അമ്മാവ. ഭദ്ര കരയാതെ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. നിൽക്ക്, ഞാനൊന്ന് മിതിയോട് ചോദിക്കട്ടെ. മിഥിലയോട് ചോദിക്കാൻ കയറിയ ശങ്കരൻ മങ്ങിയ മുഖത്തോടെ വരുന്ന കണ്ടപ്പോഴേ ഭദ്രയ്ക്ക് തോന്നിയിരുന്നു മിഥില സമ്മതിച്ചു കാണില്ലെന്ന്. അനന്തം മയക്കത്തിലാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഭദ്ര അതിനെ പുഞ്ചിരിച്ചേയുള്ളൂ. തനിക്ക് ഉറപ്പാണ് അനന്തൻ തിരികെ വരും, തന്നെ അന്വേഷിക്കുമെന്ന്. അവൾ പുഞ്ചിരിയോടെ ചെയറിലിരുന്നു. ഇന്നലെ രാത്രിയിലെ ആ രംഗങ്ങൾ. പൂജാരി വേഗം അഖിലിനെ വിളിച്ചു വരുത്തി അനന്തേട്ടനെ ഹോസ്പിറ്റലിലാക്കി. മിഥില ഇറങ്ങുന്ന സമയത്തായിരുന്നു അത്. വേഗം കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. അതിനു മുമ്പ് പാതി തുറന്ന കണ്ണുകൾ തന്നെ തേടുന്നത് വ്യക്തമായി കണ്ടതാണ്. ഉടനെ തന്നെ ഒഴുകുന്ന കണ്ണീരിനെ തുടച്ചെന്ന പോലെ കവിളിലൊഴുകി. ഭദ്ര ചുമരിലേക്ക് തലചാരി കണ്ണുകൾ അടച്ചു. മിഥിലയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. അവൾക്ക് കാണണം പോലും. ആരെ കാണിച്ചാലും ഇനി അവളെ കാണിക്കില്ല. എല്ലാം കഴിഞ്ഞ് ബോധം വരുമ്പോൾ തന്നെയൊക്കെ കാണുമ്പോൾ തിളങ്ങേണ്ട കണ്ണുകൾ മങ്ങിയിരുന്നു. വരണ്ട ചുണ്ടുകൾക്ക്. അന്വേഷിച്ചത് ഭദ്രയായിരുന്നു. ബോധം വന്ന് കണ്ടതിന് ശേഷം വീണ്ടും പോയി കാണുമ്പോൾ ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. വിരിമാറിലെ സ്റ്റിച്ചിൽ മെല്ലെ തലോടിക്കൊണ്ട് നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ ഭദ്ര എന്നായിരുന്നു അനന്തം മയക്കത്തെ വിളിച്ചത്. ആ സന്ദർഭം ഓർത്തപ്പോൾ മിഥില ദേഷ്യം കൊണ്ട് കയ്യിലെ പേനയിൽ ഇറുകെ പിടിച്ചു. പിന്നെ അനന്തം മയക്കം ഉണർന്നപ്പോൾ മിഥില ഭദ്രയെ കാണാനേ അനുഭവിച്ചില്ല. ആരെയും ഇപ്പോൾ കാണിക്കാൻ പറ്റുന്ന സ്റ്റേജല്ല, ഇൻഫെക്ഷൻ ഉണ്ടാവും, അങ്ങനെ പലതും പറഞ്ഞ് അവൾ ഭദ്രയെ ഒഴിവാക്കി. ഒരു വിധം സുഖം പ്രാപിച്ചിട്ടും അവനെ റൂമിലേക്ക് മാറ്റാൻ മിഥി അനുവദിച്ചില്ല. ഭദ്രയെ കാണാൻ സാധിക്കാതെ നിരാശനാവുന്ന അനന്തനെ അത്യധികം ദേഷ്യത്തോടെയാണ് മിഥില നോക്കിക്കണ്ടത്. അനന്തന് മടുപ്പ് തുടങ്ങിയിരുന്നു. മരുന്നിൻ്റെ മണമോ ഫിനോയിലിൻ്റെ മണവും അവൻ്റെ മനം മടുപ്പിച്ചു. എത്രയും വേഗം ഭദ്രയെ കാണാൻ തോന്നി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ അലറിക്കരയുന്ന പെണ്ണിൻ്റെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ. മിഥില ഒരു അനിയത്തിയെപ്പോലെ ഒരുപാട് കരുതൽ നൽകുന്നുവെന്ന് അനന്തൻ വിശ്വസിച്ചു. എന്നാൽ ഭദ്രയ്ക്ക് മിഥിലയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. ആദ്യമൊന്നും അറിയാത്തത് കൊണ്ട് തൻ്റെ വെറും സംശയമാകുമെന്ന് അവൾ വിചാരിച്ചു. അനന്തൻ കുറച്ചുകൂടെ സുഖമായി. സ്വയം എഴുന്നേറ്റിരിക്കാനും നടക്കാനും കുറച്ചൊക്കെ കഴിഞ്ഞു. ഇനി റൂമിലേക്ക് മാറ്റാതിരുന്നാൽ അനന്തന് എന്തെങ്കിലും സംശയം തോന്നുമെന്ന് കരുതി മിഥി അവനെ റൂമിലേക്ക് മാറ്റി. അനന്തനെ റൂമിലേക്ക് മാറ്റിയത് ഭദ്രയില്ലാത്ത സമയത്തായിരുന്നു. ശങ്കരനും ജാനുവും അനന്തൻ്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഭദ്രയെ കാണാതെ അനന്തന് ദേഷ്യം വന്നിരുന്നു. ഭദ്ര രാവിലെ അമ്പലത്തിൽ പോയി, സ്കൂളിൽ പോയി, ലീവൊക്കെ പറഞ്ഞിട്ടാണ് ആശുപത്രിയിലേക്ക് തിരിച്ചത്. ബാഗും സാരിയും ഒതുക്കിപ്പിടിച്ച് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ശങ്കരൻ ഓടി വന്നിരുന്നു. മോളെ, അനന്തനെ റൂമിലേക്ക് മാറ്റിയിട്ടോ? ശങ്കരൻ പറയുന്നത് കേട്ട് ഭദ്ര ഓടുകയായിരുന്നു. അവസാനമായി കണ്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ഭദ്ര റൂമിലേക്ക് ഓടിക്കയറി. അനന്തൻ കട്ടിലിൽ ചാരി ഇരിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച് ഗ്ലാസ് തിരികെ ജാനുമ്മയുടെ കയ്യിലേക്ക് നൽകുമ്പോഴായിരുന്നു ഭദ്ര ഓടിക്കിറിച്ച് റൂമിലെത്തിയത്. അനന്തൻ്റെ നോട്ടം പെട്ടെന്ന് കടന്നു വന്ന അവളിലേക്കായി. അവൻ കണ്ണിമയ്ക്കാതെ നോക്കുന്ന കണ്ട് ജാനുവും മിഥിലയും അങ്ങോട്ട് നോക്കി. കിതപ്പോടെ നിൽക്കുന്ന ഭദ്രയെ കണ്ട് മിഥിലയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. സാഹചര്യം മനസ്സിലാക്കിയ പോലെ ജാനു മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. അനന്തനും ഭദ്രയും തലകുനിച്ചു. മിഥി ഇരുവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. മിഥിക്ക് ഭദ്രയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ഇന്നോ ഇന്നലെയോ അല്ല, കൊച്ചുനാൾ മുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. എല്ലാം ഓർത്ത് റൂമിലേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണുകൾ ഇറുക്കി അടയ്ക്കുമ്പോൾ 17 വയസ്സുള്ള പൊടിമീശക്കാരൻ അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നിറഞ്ഞ ചിരിയിൽ അവൾ കണ്ണുകൾ വീണ്ടും തുറന്നു. വീണ്ടും എടുക്കണമെന്ന മോഹം വീണ്ടും ഉടലെടുത്തു. ഭദ്ര മുഖമുയർത്തി നോക്കുമ്പോൾ അനന്തൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാലും അവൾ കരഞ്ഞില്ല. അനന്തൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഭദ്ര ചിരിച്ചില്ല. ഭദ്രയുടെ കണ്ണിന് ചുറ്റും കറുപ്പ് ചെറുതായി പടർന്നിരിക്കുന്നു. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. അനന്തനും അവൻ്റെ ചിരിക്കൊന്നും പഴയ ഉണർവില്ല.
ആരുടെ പണിയാ? കൈകൾ കെട്ടിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് അനന്തൻ ഞെട്ടി. അറിയില്ല. അവൻ അലസമായി മുഖം തിരിച്ചു. ഷാകേഷ് ഭദ്ര ഉറപ്പോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അനന്തൻ അതിനൊന്ന് പുച്ഛിച്ചു ചിരിച്ചു. അവൻ വെറും ഡമ്മി. അനന്തൻ പറയുന്ന കേട്ട് ഭദ്രയുടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ രാജശേഖരൻ. ഭദ്ര അവനെ തന്നെ നോക്കി. ഒരു സംശയം ഉണ്ടായിരുന്നു. രാജശേഖരന്റെ സഹായം ഉണ്ടായിരിക്കുമെന്ന കരുതിയത്. പക്ഷേ ഭദ്ര കൈ ചുരുട്ടിപ്പിടിച്ച് ബെഡിലിരുന്നു. ഇത്തിരി ഉപ്പുമാവ് കിട്ടൂ, കഴിക്കാൻ തോന്നുന്നു. എന്തോ ചിന്തിച്ചിരുന്ന ഭദ്രയുടെ ചുണ്ടിൽ അവൻ പറയുന്ന കേട്ട് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ തലയാട്ടി പുറത്തേക്കിറങ്ങി. അവൾ പോയതും പുഞ്ചിരിച്ചിരുന്ന അനന്തന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞ് അവിടെ ഗൗരവം നിറഞ്ഞു. അയാള് പോലീസാ? പറ്റിക്കോ? പണി തീർത്തെന്ന് കരുതി അവന്മാർ തിരിച്ചു പോകുമ്പോൾ പറയുന്നത് അവ്യക്തമായി കേട്ടതാണ്. ഭദ്രയോട് അന്നേ പറയണമെന്ന് കരുതിയതാണ്. അവളൊരു മുൻകരുതൽ എടുത്തോട്ടെന്ന് കരുതി. എന്നാൽ പറയാൻ കഴിഞ്ഞില്ല. ഭദ്ര ഒറ്റയ്ക്കായിരുന്നിട്ട് രാജശേഖരൻ വെറുതെ ഇരിക്കണമെങ്കിൽ അത് വെറുതെ ആവില്ല. അയാൾ മറ്റെന്തിനോ കരുതിയിരിക്കുന്ന പോലെ തോന്നുന്നു. അല്ല, ശൃംഗാരമൊക്കെ കഴിഞ്ഞോ? കയറി വന്ന ശങ്കരൻ ചോദിക്കുന്ന കേട്ട് അനന്തൻ ചിന്ത വെടിഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ശൃംഗാരോ? അതും ഭദ്ര? എനിക്ക് പണി തന്നത് ആരാന്ന് ചോദിച്ചതാ അവൾ. അതിനാണോ ഇക്കണ്ട ദിവസം മൊത്തം ഇവിടെ കരഞ്ഞിരുന്നത്? ആ, അന്ന് തന്നെ മംഗലത്ത് പോയി ഒരു ഡോസ് കൊടുത്തിരുന്നു ഭദ്ര. എന്ത്? അനന്തന്റെ നെറ്റി ചുളിഞ്ഞു. ശങ്കരൻ സംഭവിച്ചതൊക്കെ ആനന്ദനോട് പറഞ്ഞപ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. അതാ മാമി ഞാൻ പറഞ്ഞേ, അവളെപ്പോലെ അവളേ ഉള്ളൂ. ഇന്ന് ഞാൻ കണ്ട ഭദ്രയുടെ കണ്ണുകളിൽ ഒരു കാമുകനെ കാണുന്ന സന്തോഷമല്ല, എന്നെ ഇങ്ങനെ ആര് ചെയ്തു എന്ന് അറിയാനുള്ള വ്യഗ്രതയായിരുന്നു. ഭദ്രയല്ല അനന്ത, ഭദ്രകാളി. ശങ്കരൻ പറഞ്ഞതിന് അനന്തനും ഒപ്പം ചിരിച്ചു.